കോഴിക്കോട് തിരുവങ്ങൂരിൽ വീട്ടുമുറ്റത്തെ കിണർ ഇടിഞ്ഞു താണു. ദേശീയപാത സർവീസ് റോഡിനോട് ചേർന്ന ഭാഗത്തെ വീട്ടിലെ കിണറാണ് ഇടിഞ്ഞു താണത്. രാഹുൽ കെ വിവരങ്ങളുമായുണ്ട്. രാഹുൽ, അപകടകരമായ സാഹചര്യമുണ്ടോ? സാധാരണ നിലയിൽ അവിടെ ഈ മഴക്കാലത്തൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ടോ? ആണ് ഈ കിണർ പൂർണ്ണമായും തന്നെ ഇടിഞ്ഞ് താഴ്ന്നിട്ടുള്ളത്. എനിക്ക് പുറകിൽ ഇവിടെ ഒരു കിണറുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് വിശ്വസിക്കുക പാടായിരിക്കുമെന്ന് തോന്നുന്നു. ഇങ്ങനെ പൂർണ്ണമായും തന്നെ കിണർ ഇടിഞ്ഞ് താഴ്ന്നിരുന്നു. റിങ് കിണറാണ്. തുടർന്ന് വീട്ടുമുറ്റത്ത് തന്നെ ആയതുകൊണ്ട് 2 ലോഡ് മണ്ണ് ടിപ്പറിൽ കൊണ്ടുവന്ന് അടിച്ച ഭാഗം പൂർണ്ണമായും തന്നെ മൂടിയിരിക്കുകയാണ്. ചെറിയ മക്കളൊക്കെയുള്ള വീടാണ്. കുട്ടികൾ ഓടിക്കളിക്കുന്ന സമയത്ത് വീഴാനൊക്കെ സാധ്യതയുള്ളത് കൊണ്ട് തന്നെയാണ് പെട്ടെന്ന് കിണർ മൂടുകയും ചെയ്തിട്ടുള്ളത്. തിരുവങ്ങൂരിൽ KR മോഹനൻ്റെ വീട്ടുമുറ്റത്തെ കിണറാണ്. ഇന്നലെയൊക്കെ ശക്തമായ മഴയാണ് മേഖലയിൽ പെയ്തിരുന്നത്. ഇതേപോലെ തന്നെ ദേശീയപാത സർവീസ് റോഡ് ഇവിടെ നിന്ന് കുറച്ച് മീറ്റർ ദൂരെയായി റോഡിൽ ചെറിയൊരു ഗർത്തവും രൂപപ്പെട്ടിരുന്നു. നമ്മളോടൊപ്പം വീട്ടുകാരി തന്നെ ഗീത ചേച്ചി തന്നെ ചേരുന്നുണ്ട്. ഇപ്പോൾ രാവിലെ പുലർച്ചെയാണ് ഇടിഞ്ഞത് അല്ലേ? പുലർച്ചെയാണ് ഇടിഞ്ഞത്. മഴയുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് വെള്ളം ഇങ്ങനെ വരുന്നത് കൊണ്ട് വലിയൊരു മാളം വന്നിട്ടുണ്ടായി. പിന്നെ ഇവിടെ മക്കളൊക്കെ ഉള്ളതിനെ കൊണ്ട് ഞങ്ങൾ വേഗം മൂടാണ്ടിരിക്കാൻ പറ്റൂലായിരുന്നു. അപ്പോൾ തന്നെ മണ്ണടിച്ച് മൂടിയതാണ്. ഈ സർവീസ് റോഡിൽ നിന്ന് വെള്ളം ഇങ്ങോട്ടൊക്കെ ഒഴുകി വരുന്നുണ്ടോ? സർവീസ് റോഡിൽ നിന്ന് വെള്ളം വീടത്തേക്ക് വരുന്നത്. ഇവിടെയും വരുന്നുണ്ട്, ഷാപ്പിലും വരുന്നുണ്ട്. മുറ്റത്തൂടി പുറത്തൂടെ ഒഴുകി പോകുന്നില്ല. അപ്പോൾ പുറത്ത് അവിടുന്ന് ഇങ്ങോട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഇടിഞ്ഞാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ അവിടെ ഒരു കുഴി വന്നതും അങ്ങനെയാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഇതിൽ നിന്ന് വെള്ളം അവിടെ അടച്ച് കിടക്കുകയാണ്. അത് ഇതുവരെയും തുറന്നിട്ടില്ല. ഞങ്ങൾ ഓരോ പരാതി പറഞ്ഞാണ്, ഇതുവരെയും തുറന്നിട്ടില്ല. അതുകൊണ്ടാണെന്നുള്ള ഇതെല്ലാം. ഇപ്പം നിങ്ങൾക്ക് വെള്ളം ഉണ്ടോ കുടിക്കാൻ? വെള്ളം വേണം. ഇനിയിപ്പോൾ കിണർ വേറെ കുഴിക്കണം. ഇത് മൂടാണ്ടിരിക്കാൻ പറ്റിയില്ലല്ലോ. ഇവിടെയിലെ മക്കളുള്ളതല്ലേ, നമുക്കും ജീവനല്ലേ കാര്യം. ഇതല്ലേ പോകണമെന്ന് വിചാരിച്ചിട്ടാണ്. വെള്ളം ഇപ്പോൾ എവിടുന്നാ? വെള്ളം ഇനിയിപ്പോൾ അവിടെ നിന്ന് എടുക്കണം. നേരെ വീട്ടിൽ നിന്ന് എടുക്കണം. ഈ സർവീസ് റോഡിന്റെ ഈ ഡ്രെയിനേജ് അടച്ചു എന്നുള്ള കാര്യം നിങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നോ? നേരത്തെ പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ അടച്ചതാണ്. ഇവിടെ മഴ പെയ്യുമ്പോൾ വെള്ളം വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായി. ഷാപ്പിലാണെങ്കിലും റോഡ് കൂടി അതിലേ വന്നിട്ട് വെള്ളം ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത്. ഇതിലെ മുറ്റത്തേക്കാണ് വരുന്നത്. രതീഷ്, അതായത് തൊട്ട് അരികിൽ തന്നെയായി ഈ വ്യാപാര സ്ഥാപനങ്ങളൊക്കെയാണ്. ഇതിന് തൊട്ടപ്പുറത്താണ് ഈ സർവീസ് റോഡിൽ ഒരു ഗർത്തം രൂപപ്പെടുകയും ചെയ്തത്. ഈ ഡ്രെയിനേജിന്റെ പ്രശ്നമാണോ? ഡ്രെയിനേജിൽ വെള്ളം ഇങ്ങോട്ട് തള്ളുന്നുണ്ട്. ഈ ഷാപ്പിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം കയറി പോവാം ഏത് സമയം. ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം അങ്ങോട്ട് തള്ളിയിട്ട് കൊണ്ട് വരും. ഫുള്ള് വെള്ളം നിറയും. അങ്ങനെ ഞങ്ങൾ ഉയർത്തി ഇങ്ങനെ വെക്കുക. അശാസ്ത്രീയമായിട്ടാണ് ഡ്രെയിനേജ് നിർമ്മിച്ചത്. ഡ്രെയിനേജ് ബ്ലോക്കായിക്കാണ്. അവിടെ വെള്ളം ഇങ്ങോട്ട് ഒഴുകി പോകാതെ ഇങ്ങോട്ട് തന്നെ വരാം. സമാനമായ പലവിധ പ്രതിസന്ധികൾ മഴക്കാലത്ത് പലയിടത്തും റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. രാഹുലാണ് ഇവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.